ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിൽ 7.5 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും പാസ്പോർട്ട് എന്ന് പറയുന്ന സംഭവമുള്ളൂ. അപ്പോൾ ആ 7.5 കോടി ജനങ്ങളിൽ ഞാനും ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെയുള്ളവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ നമുക്ക് കിടക്കാൻ പാർപ്പിടം, സഞ്ചരിക്കാനുള്ള വാഹനം, നല്ല ഫാമിലി, ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വി ആർ ഗ്രേറ്റ്ഫുൾ. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു 10% ആളുകൾ, 20% ആളുകളുടെ ഉള്ളിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മളും പെട്ടു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേ 8 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹഡിൽ ഗ്ലോബൽ പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണി. ഓക്കെ, 30th നവംബർ. നമ്മളിന്ന് ഒന്ന് ഉച്ചവരെ ഉണ്ടായിട്ടുള്ളൂ പ്രോഗ്രാമിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. വേറെ ആരാ? പ്രിയങ്ക അല്ലേ? പ്രിയങ്ക ഗില്ല് ഗ്ലാം അല്ലേ? എന്താ പേര്? കമ്പനിയുടെ പേര്? അത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. യെസ്, ഈ ഒരു VC ആണ്. നമ്മൾ അവരോട് കണക്ട് ചെയ്തു, നമ്മുടെ ആശയങ്ങളൊക്കെ കുറച്ച് ഷെയർ ചെയ്തു. ദെൻ കേട്ടു. യെസ്, ആൻഡ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള AKPയുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ദെൻ ഇൻ്റർവ്യൂവിൽ റമീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഗോയിങ് ബാക്ക് ടു ഹോമിലേക്ക്. എല്ലാം ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ പോകണം. കൊച്ചിയിൽ പോയിട്ട് ഇന്ന് കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. നമ്മുടെ അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. സോ ടുഡേ ദീസ് ടൈം നമ്മൾ സെയ്ദിൻ്റെ വീട്ടിലും കയറി. സെയ്ദ് ഇവിടുത്തെ പൂവാറിൻ്റെ പഴയ കഥകളിലെ 2004 കലാപം ഒക്കെ, ഒരു ക്രിസ്ത്യൻ മുസ്ലിം കലാപത്തിനെ കുറിച്ചൊക്കെ സെയ്ദ് പറഞ്ഞു തന്നു. എനിക്കറിയില്ലായിരുന്നു, ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അത് പുതിയൊരു അറിവായിരുന്നു എനിക്ക്. സോ താങ്ക് യു വെരി മച്ച് സെയ്ദ്. ആൻഡ് അടുത്തത് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ആഴിമല ശിവന്റെ ഒരു ഏറ്റവും വലിയ സ്കൾപ്ചർ അല്ലല്ലോ അത്? ആണോ? ഓക്കെ, ആഴിമലയ്ക്ക് പോകുന്നത് അത് കാണാനാണ്. സോ അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. സോ ഫിറ്റ്നസ് വിത്ത് ഓൺടർപ്രണർഷിപ്പ് ജേണിയിൽ നമ്മൾ ഇന്നലെ നമ്മുടെ വ്ളോഗ് കഴിഞ്ഞത് എല്ലാം, നമ്മുടെ വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയപ്പോൾ 3 o'clock ആയിരുന്നു. 3 o'clock എത്തിയിട്ട് കിടന്നുറങ്ങി. 3:30, 4 o'clock കഴിഞ്ഞ് ഉറങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് മോർണിംഗ് ഒരു 10 o'clock എഴുന്നേറ്റത്. സോ പല യൂട്യൂബ് വീഡിയോകളും അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, നമുക്ക് മാക്സിമം നമ്മൾ സമയം യൂട്ടിലൈസ് ചെയ്യുക. ഏത് സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട നെറ്റ്വർക്ക്സ്, നമുക്ക് വേണ്ട കണക്ഷൻസ്, അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിപ്പിടിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി. നമ്മളിപ്പോൾ ശിവന്റെ അഴിമല ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മുസ്തുവിന് വയ്യ, ഞങ്ങളിനിപ്പോൾ കൊച്ചി വരെ ട്രാവൽ ചെയ്യണം. സോ കൊച്ചിയിൽ നിന്ന് അവിടെ നേരെ കോഴിക്കോട് എത്തണം. നല്ല ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടല്ലേ ട്രിവാൻഡ്രത്ത്? കേരളം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരുന്ന അവര്. അതങ്ങനെ അങ്ങനെയാണ് കേട്ടിട്ടില്ല. അല്ല, ഞാൻ നോക്കുമ്പോഴേ ട്രിവാൻഡ്രത്ത് എന്താണ്, ഞങ്ങളെ പോലുള്ള നല്ല നല്ല മനുഷ്യർ ട്രിവാൻഡ്രത്തുണ്ട്. അതാണ് കേരളം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലുണ്ടാ, അതായത് ഒരു തെക്കനെ കണ്ടാലും ഒരു മൂർഖനെ കണ്ടാലും ആദ്യം അടിച്ചു കൊല്ലണ്ട ഒരു തെക്കനാണ്, എന്നിട്ട് മൂർഖനെ കൊന്നാ മതി. അത്രയും നിങ്ങൾ മലബാർ സൈഡിലുള്ളവർ ഇങ്ങനൊരു പഴഞ്ചൊല്ലി വരെ അടിച്ചിറക്കി. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞങ്ങളൊന്നും പഴഞ്ചൊല്ലല്ല, സത്യാവസ്ഥ. നിന്നെ പോലെ കുറച്ച് നല്ലവന്മാരൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രം ഞാൻ എല്ലാവരും പറയുന്നില്ല കേട്ടോ. ട്രിവാൻഡ്രത്ത് ഒബ്വിയസ്ലി നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനാണ്. ആളുകൾ ഇങ്ങനെ ഒരു റീജിയണൽ വൈസ് ആളുകളെ പറ്റി കുറ്റം പറയുമ്പോഴേ അത് ശരിയായ രീതിയല്ല. ട്രിവാൻഡ്രത്ത് നല്ല ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. ഞാൻ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ ഞാൻ ഒന്ന് ഇങ്ങോട്ട് പാളയം വരെ പോണമായിരുന്നു. 2 വട്ടമാണ് ഞാൻ നിയമസഭ കണ്ടത്. ഞാൻ പുറത്തുനിന്ന് മൂപ്പരറിവില് ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെന്നാണ് വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോ ഇതിപ്പോ നിയമസഭ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. 2 ഉണ്ടോ? മീറ്റർ കറക്കി ഓട്ടോ ആണ് വിഷയം. ഓട്ടോയിൽ കയറരുതെന്നാണ്
ചെയ്ത് പറഞ്ഞു ഊബർ ടേക്ക് ഊബർ ടൗണിൽ മാത്രമേ ഉള്ളൂ, പിന്നെ നാടൻ ഊബർ കണ്ടിട്ടില്ല. സോ നമ്മള് എവിടെയാണ്? ആഴിമല ശിവന്റെ സ്കൾപ്ചർ, ശിവന്റെ അമ്പലം, ശിവന്റെ സ്കൾപ്ചർ. How changed? Is there? I might. Look nice. Nice one. 23 വയസ്സായ പയ്യനല്ലേ? അവന്റെ എഴുതിയിട്ടുണ്ട്. 23 ഏജ് ആയിട്ടൊരു പയ്യൻ ചെയ്ത കൾച്ചറാണ്. ഞങ്ങളോട് എത്തിയിട്ടുള്ളൂ. ഹാർബർ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. ഏകദേശം നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മുടെ സ്വന്തം ചെയ്ത് കുറുക്ക് വഴികളിലൂടെയൊക്കെ പോയി ഏകദേശം 2 മണിക്കൂർ നമുക്ക് ലേറ്റായി. നമ്മളിപ്പോൾ 10:30 മണിക്കാണ് എത്തുന്നത്. നോർമലി 10:30 മണിയാകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തേണ്ടതാണ്. കൊച്ചിയിലെത്തുന്നതിന് മുന്നേ കോട്ടയം കണ്ടിട്ടുണ്ട്, മുംബൈ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനാഗുറേഷൻ ഞാൻ ഉള്ളത് ഗ്രാൻഡ് ഓൺട്രിയിലാണ്. എൻ്റെ സുഹൃത്ത് മിഹറാസ് ബ്രോയുടെ ഗ്രാൻഡ് ഓൺട്രി റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കോട്ടയത്തുള്ള ഗ്രാൻഡ് ഓൺട്രി സെലക്ട് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഞാനിങ്ങനെ കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ, ഗ്രാൻഡ് ഓൺട്രിയിൽ നിന്ന് കഴിക്കുക എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മിഹറാസിന് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ മിഹറാസ് ബ്രോ കോൾ ചെയ്ത് എവിടെയല്ലേ? ഞാൻ കോട്ടയത്താണ്, കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഫുഡ് കഴിക്കാൻ. അപ്പോൾ പറഞ്ഞു നമ്മൾ ഗ്രാൻഡ് ഓൺട്രിയിൽ തന്നെ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ തന്നെ കയറി 11 മണിക്ക് ക്ലോസ് ചെയ്യും. 11 മുന്നേ തന്നെ ഫുഡ് വന്ന് ഓർഡർ ചെയ്തു. അപ്പോഴേക്കും ഇവിടെ വിളിച്ച് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ താങ്ക്സ് ബ്രോ, താങ്ക്സ് മിഹറാസ് ഫോർ ദ ട്രീറ്റ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പേ ഇന്ന് നമ്മൾ ഹഡിൽ ഗ്ലോബലിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഡേ എന്ന് പറയാം. നമ്മളിന്ന് കുറച്ച് സമയം 3 hours മാത്രമാണ് ഹഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രിയങ്കനായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നല്ല 1-2 റേഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ടും അതുപോലെ തന്നെ ബ്രാൻഡ് സ്ട്രാറ്റജി സെഗ്മെൻറ്റിൽ കുറച്ച് പേരെയും നമ്മൾ നെറ്റ്വർക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗ്രോത്തിലേക്കുള്ള കുറച്ച് പ്ലാനുകളും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ക്ലയൻറ്റ് ഓൺബോർഡ് ആയത്. ആ ക്ലയൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെത്താൻ ലേറ്റ് ആകും, ഒരു 12 o'clock ആവും. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അടുത്ത നമ്മുടെ ഫിറ്റ്നസിൻ്റെ പരിപാടികൾ നടക്കാനൊക്കെയുള്ള പ്ലാനിങ് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കാലിക്കറ്റ് പോകേണ്ടി വരും. നാളെ നമ്മുടെ ഫ്ലാറ്റ് മൊത്തം വെക്കേറ്റ് ചെയ്യണം. വെക്കേറ്റ് ചെയ്തിട്ട് ബാക്ക് ടു കൊച്ചി. എന്താണ് അത് സർപ്രൈസാണ്. നമ്മളൊരു പരിപാടി, കൊച്ചിയിലെ പരിപാടികൾ ഫുൾ സർപ്രൈസാണ്. നമ്മൾ ഓരോ ഡേയിലും നമ്മൾ കവർ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളത്. ആൻഡ് എനിവേ ഇന്ന് എനിക്ക് പറയാനുള്ളൊരു ഇന്ന് ലൈഫിൽ ഞാൻ ലേൺ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ബി ഹംബിൾ ആൾവേസ് അല്ലേ. നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ചെയ്താലും ഞാനിപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞൊരു സാധനമാണ്, ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിൽ 7.5 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും പാസ്പോർട്ട് എന്ന് പറയുന്ന സംഭവമുള്ളൂ. അപ്പോൾ ആ 7.5 കോടി ജനങ്ങളിൽ ഞാനും ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെയുള്ളവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 5% പോലും ഇന്ത്യയിലെ 5%-ൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. മേ ബി വീഡിയോ കാണുന്ന പലരും അതിൽ പെട്ട ആളുകളായിരിക്കും. അപ്പോൾ ബ്ലെസ്ഫുൾ ആവുക, ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ ആൾവേസ് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ സൗണ്ട് കുറച്ച് ആണ്. ഓക്കെ, ആൾവേസ് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാം പോയി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ, അത് വെച്ച് ജീവൻ വരെ ഒരു നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്, ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ നമുക്ക് കിടക്കാൻ പാർപ്പിടം, സഞ്ചരിക്കാനുള്ള വാഹനം, നല്ല ഫാമിലി, ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ
വി ആർ ഗ്രേറ്റ്ഫുൾ. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു 10% ആളുകൾ, 20% ആളുകളുടെ ഉള്ളിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മളും പെട്ടു. അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ഇല്ല ലൈഫിൽ. ഇനി നേടിയെടുക്കണം, ഒബ്വിയസ്ലി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻസോട് കൂടി ഇരുന്ന് നടന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. കാരണം ഒരു മിഡിൽ ക്ലാസ്സിൻ ഒരു പുവർ ഫാമിലി എന്ന് തന്നെ പറയാം. എൻ്റെ ഒപ്പം ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്ത് ഒരുപാട് കൺസേൺസ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറി നമുക്ക് വേണ്ട നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനും ഒരുപാട് നല്ല ബന്ധങ്ങൾ, നല്ല കണക്ഷൻസ്, നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വരാൻ എന്നെക്കൊണ്ട് സാധിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ലൈക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് വൺ ഓഫ് ദ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ പ്രീമിയം റെസ്റ്റോറൻ്റാണ് മെഹ്റാസ് ബ്രോയുടേത്. ഇപ്പോൾ ദുബായിലും റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു, ആസിഫലിയായിരുന്നു ഇനാഗ്രേഷൻ ചെയ്തു. അപ്പം അവരെ പോലെയുള്ള നല്ല നല്ല ആളുകളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടാണ്. സോ ആൾവേസ് ട്രൈ യുവർ സെൽഫ്. എന്താ പറയുക, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ വേർഷൻസ് നിങ്ങൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച് എന്ന് ഇത്രയേ ഉള്ളൂ പറയാം. വീണ്ടും കാണാം.